ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. മാത്സിൻ്റെ മറ്റൊരു റിവിഷൻ ക്ലാസ്സാണ്. എൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? എൻ്റെ സൗണ്ടെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? കേൾക്കാനൊക്കെ സാധിക്കുന്നുണ്ടല്ലോ? കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക, കൃത്യമായ ആൻസറൊക്കെ വിളിച്ച് പറയുക. പേനയും പേപ്പറും ഒക്കെ ആയിട്ട് വേണം റെഡി ആയിട്ടിരിക്കാനായിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ പൊല്യൂഷൻ ഓഫ് ദ മെട്രോപോളിസ് എന്ന് പറഞ്ഞ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആയിരിക്കും. ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 25% ആൻഡ് ദെൻ ഡിക്രീസ്ഡ് ബൈ 30%. വാട്ട് ഹാസ് ദ ചേഞ്ച്ഡ് പൊല്യൂഷൻ എങ്ങനെയാണ് ചേഞ്ച് ആയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അഫക്റ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോഫിറ്റും ലോസും ഒക്കെ കിടപ്പുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ, നോക്കിക്കോ. രണ്ട് രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഊഹം. നോക്കാം. ഇപ്പോൾ പൊല്യൂഷൻ ഓഫ് ദ മെട്രോപോളിസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 25%. അപ്പോൾ 100 ഉണ്ടായിരുന്നു, ആദ്യം 100 ഉണ്ടായിരുന്നു. ചുമ്മാ വിചാരിക്കുക, 100 പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, 100 പൊല്യൂഷൻ ഉണ്ടായിരുന്നു. അതിന് ആദ്യം 25% ഇൻക്രീസ് ചെയ്തു. 25% ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125% ഡിവൈഡ് ബൈ 100. പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നെ 30% ഡിക്രീസ് ചെയ്തു. 30% എന്തായിട്ടുണ്ട്? ഡിക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ 30% ഡിക്രീസ് ആകുമ്പോൾ 70/100 എന്ന് വരും. നമുക്കിതാ ഇവിടുന്ന് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് വിടാം. ഇവിടുന്ന് ഇത് 100 ക്യാൻസലായിപ്പോയി. 25 വെച്ചിട്ട് 25 × 5 ആണ്. ഇവിടെ 25 × 4 ആണ്. ഓക്കെ, അപ്പോൾ 70/4 നമുക്ക് ചെയ്ത് നോക്കാം. 70/4 1 4 4 7 4 28. രണ്ട് 17 വരുന്നുണ്ട്. നോക്കാം. ആ 2.0 I4 20. അപ്പോൾ ഇത് 5 × 17.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 7 35 37 87.5 ആണ് വരുന്നത്. 87.5. ആദ്യം 100 ആയിരുന്നു എടുത്തത്. ആദ്യം 100 പൊല്യൂഷൻ എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ എന്തായിട്ട് മാറി? 87.5 ആയിട്ട് മാറി. കുറഞ്ഞതാണ്. അപ്പോൾ ലോസാണ്. കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസാണ്. കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസാണ്. അപ്പോൾ 100-ൽ നിന്നും 5 ആകുമ്പോൾ 88 12 12.5 കുറവാണ് വരുന്നത്. 12.5 ലോസാണ് വരുന്നത്. 12.5 ലോസ് കുറവെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അതല്ല, വേറെ ഒരു രീതിയിൽ ഇതിനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് A + B + AB/100. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25% ഇൻക്രീസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 25 കൊടുക്കാം. പ്ലസ് ബി എന്ന് പറയുമ്പോൾ 30% ഡിക്രീസാണ് കൊടുത്തിരിക്കുന്നത്. 30 എന്ന് കൊടുക്കാം, -30 എന്ന് കൊടുക്കാം ഡിക്രീസ്. പ്ലസ് AB/100. AB എന്ന് പറയുമ്പോൾ 25 × -30 ഡിവൈഡ് ബൈ 100. ഇപ്പോൾ -5 25 ന്ന് 30 പോയ -5 പ്ലസ് 25 × 30 എന്ന് പറയുമ്പോൾ 4. അത് പോട്ടെ. 25 × 30 എന്ന് പറയുമ്പോൾ 25 × 3 75. 25 × 3 75 -75 7.5. അപ്പോൾ -12.5 കണ്ട. -12.5 മൈനസ് വന്നതുകൊണ്ട് ലോസാണ്. 12.5 എന്ന് പറയും. അപ്പോൾ എന്തുവാ പറഞ്ഞത്? നോക്കിക്കോ. A + B + AB/100 ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. ഇതുപോലുള്ള ഒരു ഫസ്റ്റ് ഇൻക്രീസ് ദെൻ ഡിക്രീസ് എന്നൊക്കെ പറയുന്ന സമയത്ത് എ എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് സംഭവിച്ചത്? 25% കൂടി, പ്രശ്നമൊന്നുമില്ല. ബി എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് എന്താ സംഭവിച്ചത്? 30% കുറഞ്ഞു, സീനൊന്നുമില്ല. എ എന്ന് പറഞ്ഞാൽ 25 പ്ലസ്
ബി എന്ന് പറഞ്ഞാൽ -30 പ്ലസ് എ ബി ബൈ 100 25 ഇൻറ്റു 30 -30 ഡിവൈഡ് ബൈ 100. അപ്പോൾ ഇതെന്തോ വരും 25 30 പോയി കഴിഞ്ഞാൽ -5 പ്ലസ് ഇവിടെ നോക്കിക്കേ വേണ്ട വെട്ടിപ്പോയി 25 ഇൻറ്റു 3 എന്ന് പറയുന്നത് 75 75നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -7.5 അവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസും പ്ലസ് ആവത്തില്ല, മൈനസ് കൂട്ടിയിട്ട് പൊതുജനം 75 12.5. ഇവിടെ മൈനസ് വന്നതുകൊണ്ട് ഡിക്രീസിങ് ആണ്, അതായത് ലോസ് ആണ് വരുന്നത്. അപ്പോൾ 12.5 ലോസ് ആണ് വരുന്നത്. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും a + b + ab / 100 വെച്ചിട്ട്. അടുത്ത ചോദ്യം, Shivani and Vijaya can complete a work alone in 30 and 50 days respectively. They started working alternately on the starting day of Vijaya. How many days will be required to complete the entire work? എന്താ പറഞ്ഞിരിക്കുന്നത്? ശിവാനിക്കും വിജയനും കൂടെ ആരെങ്കിലും ആട്ടെ 30 ദിവസം, ശിവാനിക്ക് 30 ദിവസവും വിജയൻ 50 ദിവസവും ജോലി ചെയ്യാൻ പറ്റും. They started working alternately starting from Vijaya. ഓരോ ദിവസം വെച്ച് ഒന്നിരാടമാണ് വർക്ക് ചെയ്യുന്നത്. വിജയനാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഹൗ മെനി ഡേയ്സ് വിൽ ബി റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ എൻറ്റയർ വർക്ക്? അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കിട്ടി പറഞ്ഞാൽ നോക്കിയോ. ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ തന്നെയാണ് തോന്നുന്നത് ഒരു പഠിപ്പിച്ചത്. വേണ്ട, ശിവാനി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതായിരിക്കും? 30 ദിവസം കൊണ്ട്. അപ്പം നമ്മുടെ വിജയ എത്ര ദിവസം കൊണ്ടാണ്? 50 ദിവസം കൊണ്ട്. അപ്പോൾ ഇത് ടൈമാണ്. ഇനിയിപ്പോൾ ഇവരുടെ വർക്കൊന്ന് കണ്ടുപിടിക്കാം. വർക്കെന്ന് പറയുമ്പോൾ ഇവരുടെ LCM ആണ്. LCM എനിക്ക് തോന്നുന്നു 150 നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതാണ് വർക്ക്. അങ്ങനെ എഫിഷ്യൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഞാൻ പറഞ്ഞാണ് എഫിഷ്യൻസി എങ്ങനെയാണ്? വർക്ക് ബൈ ടൈം. 150 30 പോയി കഴിഞ്ഞാൽ 5. 30 പോകാന്നല്ല, 150നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 150നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. അപ്പോൾ എന്താണ് അവർക്ക് വർക്കും അവരുടെ എഫിഷ്യൻസിയും ഉണ്ട്. അതായത് നമ്മുടെ ശിവാനി ഒരു ദിവസം 5 വർക്ക് വെച്ച് 30 ദിവസമാകുമ്പോൾ 150 വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ വിജയന് ഒരു ദിവസം 3 വർക്ക് വെച്ച് 50 ദിവസമാകുമ്പോൾ 150 വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എന്തോ ചെറിയ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ദേ സ്റ്റാർട്ടഡ് വർക്കിംഗ് ആൾട്ടർനേറ്റ്ലി സ്റ്റാർട്ടിങ് ഫ്രം വിജയ. ആദ്യത്തെ ദിവസം വിജയൻ ഫസ്റ്റ് ഡേ വിജയ വന്നു, കാരണം സ്റ്റാർട്ടിങ് ഫ്രം വിജയാണ്. ആദ്യത്തെ ഒരു ദിവസം വിജയ എത്ര ജോലി ചെയ്യും? 3 ജോലി. രണ്ടാമത്തെ ദിവസം ആരാ വരുന്നത്? ശിവാനി വരുന്നു. അയാൾ എത്ര ജോലി ചെയ്യുന്നു? 5 ജോലി. അപ്പോൾ മൊത്തം എത്ര ദിവസമായി? 2 ഡേയ്സായി. 2 ഡേയ്സായി. നെക്സ്റ്റ് ഡേ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ 3 ഡേ എന്ന് എഴുതി വെക്കും ചില ആൾക്കാർ ഇവിടെ. അതുകൊണ്ട് ഇവിടെ നെക്സ്റ്റ് ഡേ. അപ്പോൾ 2 ദിവസമായി. വർക്ക് എത്ര ദിവസമായി? 8 വർക്കായി. 2 ദിവസമായപ്പോൾ 8 വർക്കായി. 2 ദിവസമായപ്പോൾ 8 വർക്കായി. 2 ദിവസമായപ്പോൾ 8 വർക്കായി. വർക്ക് എത്ര വേണ്ടത്? 150 വേണ്ടത്. വർക്ക് എത്ര വേണ്ടത്? 150. 8നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 150 ആകുമോ? അതായത് ഈ വർക്ക് 150 ആയിരിക്കണം. അപ്പോൾ ഈ 8നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 150 അതോ അതിനടുത്തുള്ള ഏതെങ്കിലും സംഖ്യ ലഭിക്കുമോ എന്നൊന്ന് നോക്കിക്കേ. 8നെ 150 വർക്ക് വരേണ്ടത്. അപ്പോൾ 8നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 150 കിട്ടുമോ, അതോ 150നോട് അടുത്തുള്ള ഏതെങ്കിലും സംഖ്യ കിട്ടുമോ എന്ന് നോക്കാം. നോക്കിക്കേ.
ഓക്കെ, 8 × 18 ആവുമ്പോൾ 8 × 18 ആവുമ്പോൾ എത്ര? 144 വർക്കായി. 8 × 18 ആയപ്പോൾ 144 വർക്കായി. അപ്പോൾ ഇവിടെ 18 കൊടുത്താൽ ഇവിടെ 18 കൊടുക്കണമല്ലോ, 18 കൊടുക്കാം. 8 × 18 എന്ന് പറയുന്ന 36 ദിവസം. 36 ദിവസമായി 144 വർക്കുമായി. 36 ദിവസമായപ്പോൾ 144 വർക്കായി. ഓക്കെ, ഇനി എത്ര വർക്ക് കൂടെ ഉണ്ട്? 150 ആവാൻ ഇനി 6 വർക്കും കൂടെ ഉണ്ട്. 150 ആവാൻ ഇനി 6 വർക്കും കൂടെ ഉണ്ട്. വീണ്ടും ഒരു ദിവസം കൂടെ ആകുമ്പോൾ വിജയം വന്ന് ജോലി. വീണ്ടും ഒരു ദിവസം വിജയം വന്ന് ചെയ്യുന്നു, 3 ജോലി ചെയ്യുന്നു. അപ്പോൾ 37 ദിവസമായി. 37 ദിവസമായി. ഇനി 6-നകത്ത് നേരത്തെ 3 വന്നൽ അയാൾ ചെയ്തായിരുന്നല്ലോ, അപ്പോൾ ഇനി 3 വർക്കല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം 37 ദിവസമായി. ഇനി 3 ഇനി 3, ഈ 3 വർക്ക് 37 3 ഉള്ളത് മറ്റൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് കൃത്യമായി നോക്കുക. ഇവിടെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ ഇരിക്കുന്നത്, ഇവിടെയാണ്. നോക്കിക്കേ, ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ ആരാ വന്ന് ജോലി ചെയ്യുന്ന മക്കളെ? നമ്മുടെ വിജയൻ വന്ന് ജോലി ചെയ്യുന്നു. അയാൾ എത്ര ദിവസം ജോലി ചെയ്യുന്നുണ്ട്? 3 ജോലി ചെയ്യുന്നുണ്ട്, 3 വർക്ക്. നെക്സ്റ്റ് ഡേ നമ്മുടെ ശിവാനി വരുന്നു. അയാൾ എത്ര വർക്ക് ചെയ്യുന്നുണ്ട്? 5 വർക്ക്. ഇപ്പം എത്ര ഡേ ആണ് മൊത്തം? 2 ഡേ. 2 ദിവസമായപ്പോൾ എത്ര ചെയ്തു? 8 വർക്ക് ചെയ്തു. 8 വർക്കാണോ നമുക്ക് വേണ്ടത്? അല്ല. 8 വർക്കാണോ നമുക്ക് വേണ്ടത്? അല്ല. വർക്ക് 150 ആവണം. ഈ 8നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 150 അടുത്ത് വരുമോ? വരും. 8നെ 18 കൊണ്ട് ഗുണിച്ചാൽ 150 കിട്ടത്തില്ലെങ്കിലും 144 വർക്കാവും. 144 വർക്ക്. ഇപ്പോൾ ഇവിടെ 18 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കണം? 18 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്രയായി? 36 ഡേയ്സ്. 36 ദിവസം എടുക്കുമ്പോൾ 144 വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ മൊത്തം എത്ര വർക്കാന്ന് നോക്കിക്കേ. മൊത്തം എത്ര വർക്കാ? മൊത്തം 150 ആണ്. ഇനി 6 വർക്ക് കൂടിയുണ്ട്. ഇനി 6 വർക്കും കൂടെ ഉണ്ട്. അതിനകത്ത് വീണ്ടും വിജയൻ വന്ന് ചെയ്യുന്നു. ഇവിടെ തീർന്ന് വെച്ചത് 36 ദിവസത്തിൽ നിർത്തിയേക്കുക. വീണ്ടും വിജയൻ വന്ന് ചെയ്യുന്നു. വിജയൻ ഒരു ഡേ, ഒരു ദിവസം വിജയം വന്ന് ചെയ്യുന്നു. ഒരു ദിവസം വിജയം വന്ന് ചെയ്യുന്ന വർക്ക് എത്ര? 3 വർക്ക്. ചെയ്യുന്നു വർക്ക്. ബാലൻസ് ഇനി എത്ര ഉണ്ട്? 6 വർക്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസവും കൂടെ ആയപ്പോൾ വിജയം വന്ന് 3 വർക്ക് ചെയ്തു. ബാലൻസ് ഇനി എത്ര വർക്ക്? ബാലൻസ് 3 വർക്ക്. മൊത്തം 6 വർക്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസവും കൂടെ ആര് വന്ന്? വിജയം വന്ന് ജോലി ചെയ്തു, 3 വർക്ക് ചെയ്തു. അയാൾ ഒരു ദിവസം 3 വർക്ക് ചെയ്യും. ബാലൻസ് എത്ര? 3 വർക്ക്. അപ്പോൾ എത്ര ദിവസമായി? ഇവിടെ 37, പിന്നെ ഇയാൾ ഒന്നുകൂടെ ചെയ്തു. അപ്പോൾ 37 ദിവസമായി. 37 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. 37. അപ്പം 37 ഉള്ള 2 ഓപ്ഷൻ മാറ്റി. 36 ഉള്ളത് വേണ്ട നമുക്ക്. 37 ഉള്ള 2 ഓപ്ഷൻ. 37 ഇനി ബാലൻസ് എത്ര വർക്കാണ്? 37 ബാലൻസ് എത്ര? 3. അത് ചെയ്യുന്ന ആരാ? വർക്ക് ബൈ ടൈം. അത് ചെയ്യുന്ന ആരാ? വർക്ക് ബൈ എഫിഷ്യൻസി. ബാലൻസ് ഈ 3 വർക്ക് ആരാ ചെയ്യുന്നത്? ബാലൻസ് ഈ 3 വർക്ക് ആരാ ചെയ്യുന്നത്? വിജയൻ വന്ന് ചെയ്തു. ബാലൻസ് ഇനി 3 വർക്ക് ആര് ചെയ്യണം? അതിനുള്ള സമയം ആര് ചെയ്യണം? നമ്മുടെ ശിവാനി വന്ന് ചെയ്യണം. അയാളുടെ സമയം എന്ന് പറഞ്ഞാൽ 3/5 ആണ്. കാരണം അയാളുടെ വർക്ക് എത്രയാണ്? 3 ഉള്ളൂ. എഫിഷ്യൻസി എത്ര? 5. അതാണ് ടൈം. അപ്പോൾ ഈ 37 3/5 എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ആ ഡൗട്ട് ചോദിച്ച ആളിന്, അബി എന്ന് പറയുന്ന ആളിന് കാര്യം മനസ്സിലായോ? അടുത്ത ചോദ്യം.
A seller mark his goods 30% more than cost price, then gives 25% discount. What will be the loss percentage? നിങ്ങൾ ചെയ്തോ, ഞാനൊരു പുതിയ മെത്തേഡൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. നിങ്ങൾ ചെയ്തോ, നിങ്ങൾ പഴയ മെത്തേഡിൽ ചെയ്ത ആൾക്കാർ നിങ്ങൾ നോക്കിക്കോ. ഞാൻ വേറൊരു മെത്തേഡ് ഇപ്പോൾ തോന്നിയതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. നിങ്ങൾ ചെയ്തോ, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നോക്കുന്നതേ ഉള്ളൂ. കിട്ടി. എൻ്റെ ഒരു കാര്യം 2.5 ആണ്. ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യും. ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ആവുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് അങ്ങനെ അപ്ഡേറ്റ് ആയി. നിങ്ങളുടെ ക്ലാസ്സിലാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അത് നോക്കിക്കും. സെല്ലർ മാർക്ക് ഹിസ് ഗുഡ്, CP എപ്പോഴും 100 എടുക്കുക. ഇതാണ് പരമ്പരാഗത മെത്തേഡ്. മാർക്ക്ഡ് പ്രൈസ് MP മാർക്ക് ചെയ്തിരിക്കുന്നു 30% അധികം, അതായത് 130. എന്നിട്ട് അതിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് എഴുതി 130 രൂപയുടെ 25% ഡിസ്കൗണ്ട് കൊടുക്കുന്നു, അതായത് 75/100. അപ്പോൾ അതാ നോക്കിക്കോ, 0 വെട്ടി 13 × 7.5. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. 13 × ഇതിനെങ്ങനെ ക്യാൻസൽ ചെയ്യാം? 5 കൊണ്ടാകുമ്പോൾ 15, 5 കൊണ്ടാകുമ്പം 2, അപ്പോൾ 7.5 അങ്ങനെ ചെയ്യാം. അപ്പോൾ 13 × 7.5 എന്ന് പറയുമ്പോൾ എത്ര വരും? 97.5. അപ്പോൾ 100 രൂപയുടെ സാധനം 97.5 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ലോസ് എന്ന് പറയുന്നത് 2.5ആണ്, 2.5. അപ്പോൾ 100 രൂപയുടെ സാധനമായിരുന്നു, 97.5 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ 2.5% ലോസ്. ഇനി വേറെ ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. മാർക്ക് ഹിസ് ഗുഡ്സ് 30% മോർ. അപ്പോൾ 100 രൂപയുടെ സാധനം 130 രൂപയ്ക്ക് വിൽക്കുന്നു. ഇനി അടുത്ത സെറ്റിൽ ഗീവ്സ് 25% ഡിസ്കൗണ്ട്. 100 രൂപയുടെ സാധനം 25 രൂപ കുറച്ച് 75 രൂപയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി, വേറെ ഒന്നും വിചാരിക്കണ്ട. ഗുഡ്സ് 30% മോർ, അതായത് 100 രൂപയുടെ സാധനം 130 രൂപ എഴുതി വെച്ചിരിക്കുന്നു. അടുത്ത സെറ്റപ്പിൽ ഗീവ്സ് 25% ഡിസ്കൗണ്ട് എന്ന് പറയുന്നു. 100 രൂപയുടെ സാധനം 25% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 75 രൂപയ്ക്ക് കൊടുക്കുന്നു. ഇതിനെ വെട്ടി ചെറുതാക്ക്, ഇവിടെ വെട്ടി. ആണ്ട് ഇവിടെ 25 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 4, ഇവിടെ 25 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 3. അപ്പോൾ ഇവിടെ എത്ര? ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ 40 ഇവിടെ ഗുണിച്ചാൽ 39. 40 രൂപയുടെ സാധനം 39 രൂപയ്ക്ക് കൊടുക്കുന്നു. 40 രൂപയുടെ സാധനം 39 രൂപയ്ക്ക് കൊടുക്കുന്നു. 1 രൂപ ലോസ്. 1 രൂപ ലോസ് പെർസെൻറ്റേജ് എത്ര എന്നാൽ ലോസ് എത്ര? 1 രൂപ. CP 40 രൂപ × 100. അപ്പോൾ 0 വെട്ടി 10/4 എന്ന് പറയുന്നത് എത്ര? 2.5. കണ്ട, അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് Z in degrees. Z-ൻ്റെ വാല്യൂ ഡിഗ്രിയിൽ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞോ, Z-ൻ്റെ വാല്യൂ ഡിഗ്രിയിൽ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞോ.
അതും സി ആണോ പറഞ്ഞിരിക്കുന്നത്? 240 ആണോ? നോക്ക്, ഇസഡ് ഇത് എന്ന് പറയുന്ന ഈ ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. ഈ ആംഗിൾസ് എല്ലാം കൂടെ ഈ 1, 2, ഈ മൂന്ന് ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര വരണോടാ? 180 വരണം. എൻ്റെ അമ്മോ, കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ ഒരു ആംഗിള്, ഈ രണ്ടാമത്തെ ആംഗിള്, ഈ മൂന്നാമത്തെ ആംഗിൾ, ഇത് മൂന്നൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണോടാ? 180 വരണോടാ. 180 വരണം. അപ്പോൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം. എങ്ങനെ? Z/6 പ്ലസ് Z/4 പ്ലസ് Z/3 എന്ന് പറയുന്നത് 180 ആണ്. അയ്യോ, ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്റർ സെയിം ആക്കണമേ. ആരാക്കാൻ പറ്റും? LCM എടുക്കാം. LCM ഓഫ് 6, 4, 3 എത്ര? 6ൻ്റെയും 4ൻ്റെയും 3ൻ്റെയും LCM എത്ര? 12 അല്ലേ? 12. ഇപ്പോൾ ഇവിടെ താഴെ 12 വന്നു. ഈ 6 12 ആവണമെങ്കിൽ 2Z പ്ലസ് ഈ 4 12 ആവണമല്ലോ. 4 12 ആവണമെങ്കിൽ 3Z, അവിടെ 3 കൊണ്ട് ഗുണിക്കണം. പ്ലസ് ഇവിടെ 3 12 ആവണമെങ്കിൽ 4 കൊണ്ട് ഗുണിക്കണം. 4Z ഇസ് ഈക്വൽ ടു 180. അപ്പം 3 2 5 4 9Z, 3 2 5 4 9Z ഇസ് ഈക്വൽ ടു 180 ഇൻറ്റു 12. Z ഈസ് ഈക്വൽ ടു 180 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 9. അപ്പോൾ ഇവിടെ എത്ര വരും? 20, 240. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എത്ര കിട്ടൂടെ ഇതിൻ്റെ ആൻസർ? ഡി ആണോ? എന്താ കിട്ടിയല്ല, കൊള്ളാമല്ലോ, നിങ്ങൾ നല്ല ഇതാണല്ലോ, നല്ല പെർഫോമൻസ് ആണല്ലോ, എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. അല്ല, പ്രോഫിറ്റ് വിക്കം 4 ടൈംസ്. പ്രോഫിറ്റ് 400 രൂപ. പ്രോഫിറ്റ് 400 രൂപ. CP 100 എടുക്കുക. എടാ, CP 100 ഇടടാ. CP 100 ഇടടാ. അങ്ങനെ കണ്ടല്ലേ ചെയ്തേ? CP 100. പ്രോഫിറ്റ് ബിക്കം 4 ടൈംസ്. ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആർട്ടിക്കിൾസ് ഇസ് ട്രിപ്പിൾഡ്. സെല്ലിംഗ് പ്രൈസ് 300 ആക്കുമ്പോൾ പ്രോഫിറ്റ് എങ്ങനെയാടാ വന്നേ? ഞാൻ അവിടെ കൺഫ്യൂഷനായി പോയി. ചോറുണ്ടില്ല, അല്ലെങ്കിൽ തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ല. അതെങ്ങനെയാണ് ഇത് കിട്ടിയത്? പറ, നിങ്ങൾ കൊള്ളാമല്ലോ.
ഇപ്പോൾ 200% ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. എല്ലാവർക്കും കിട്ടിയായിരുന്നോ? എല്ലാവർക്കും കിട്ടിയായിരുന്നോ? പ്രോഫിറ്റ് 4 times എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാ നോക്കിക്കോ, എന്താണ് നോക്കിയോ, സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾസ് ഈസ് ട്രിപ്പിൾഡ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് ട്രിപ്പിൾഡ്, അതായത് സെല്ലിംഗ് പ്രൈസ് 3 മടങ്ങായപ്പോൾ പ്രോഫിറ്റ് എന്തായി, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്തായി, പിന്നെ 4 times ആയെന്ന് പറയുന്നു. അതാണ് അതിൻ്റെ ദ പ്രോഫിറ്റ് ബിക്കംസ് 4 times when the selling price of an articles is tripled. അതായത് സെല്ലിംഗ് പ്രൈസ് 3x ആയപ്പോൾ, അതായത് 3 മടങ്ങാക്കിയപ്പോൾ വാട്ട് വിൽ ബി ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ ഇറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 100 രൂപയുടെ സാധനം, ഇവിടെ 100 രൂപയ്ക്ക് വിൽക്കേണ്ട സാധനം, 100 രൂപയുടെ സാധനം എന്താ പറഞ്ഞിരിക്കുന്നത്, 150 രൂപയ്ക്ക് 150 രൂപയ്ക്ക് വിൽക്കുകയാണെന്ന് വിചാരിക്കുക. 100 രൂപയുടെ സാധനം എന്താണ്, 150 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇതാ 100 രൂപയുടെ സാധനം 200 രൂപയ്ക്ക് പോട്ടെ, 100 രൂപയുടെ സാധനം CP 100 എടുക്കാം. സെല്ലിംഗ് പ്രൈസ് എക്സ് എന്നങ്ങ് ഇരിക്കട്ടെ. സെല്ലിംഗ് പ്രൈസ് എന്താണ്, എക്സ് എന്നിരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 100, അതായത് എക്സ് മൈനസ് 100, CP മൈനസ് എക്സ്, എക്സ് മൈനസ് 100, അതായത് എക്സ് മൈനസ് 100. ഇപ്പം സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യാണ്, ട്രിപ്പിൾസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്താണ്, സെല്ലിംഗ് പ്രൈസ് ട്രിപ്പിൾ ആക്കുകയാണ്, ട്രിപ്പിൾഡ്. സെല്ലിംഗ് പ്രൈസ് ട്രിപ്പിൾഡ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 3x ആക്കി. പ്രോഫിറ്റ് എന്താണ്, 4 times ആയി. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4 times ആയി. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4 times ആയി. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നേരത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, 4 times ആയിട്ട് മാറി. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4 times. നേരത്തെ 4 times. നേരത്തെ പ്രോഫിറ്റ് എത്ര ആയിരുന്നു, എക്സ് മൈനസ് 100, അതിൻ്റെ 4 times ആയി, എക്സ് മൈനസ് 100. നേരത്തെ ഉള്ളതിൻ്റെ 4 times ആയി, എക്സ് മൈനസ് 100. ഇതിൻ്റെ CP ഒന്ന് കണ്ടു, ഇവിടെ നോക്കിക്കേ, 4x മൈനസ് 400. ഇതിൻ്റെ CP ഒന്ന് കണ്ടുപിടിക്കാം. CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിൽ നിന്നും 3x മൈനസ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് 4x മൈനസ് 100. 4x മൈനസ് 100. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ CP, അതായത് അങ്ങനെ വരില്ല, അല്ലേ പിന്നെ ഓപ്ഷൻ ഇട്ട് കണ്ടുപിടിക്കണം. ഓപ്ഷൻ ഇട്ട് കണ്ടുപിടിക്കാനായിട്ട് ട്രിപ്പിൾഡ് ആയപ്പോൾ 4 times എന്ന് പറയുന്നു. ഇത് ഈ ട്രിപ്പിൾഡ് എന്ന് പറയുന്ന ഈ വാക്കിനകത്തുനിന്ന് ഞാനന്ന് അതിലങ്ങ് പറഞ്ഞു പോയി. ട്രിപ്പിൾഡ് എന്ന് പറയുന്നത് 100 രൂപയുടെ സാധനം ട്രിപ്പിൾഡ് 300 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100 രൂപയായിരുന്നു നേരത്തെ വിറ്റുകൊണ്ടിരുന്നത്, ഇപ്പോൾ എന്തായി 300 രൂപ എന്ന് പറയുന്നത്. അവിടുന്ന് തന്നെ കിട്ടും. 100 രൂപ എന്ന് പറയുന്നത് എത്രയാണ്,
100 രൂപയ്ക്ക് നേരത്തെ വിറ്റുകൊണ്ടിരുന്ന സാധനം 300 രൂപയ്ക്ക് വിൽക്കുന്നതാണ് അർത്ഥം. സെല്ലിംഗ് പ്രൈസ് എന്താക്കി ട്രിപ്പിളാക്കി. അപ്പോൾ എന്താണ് 200 രൂപ അല്ലേ ലാഭം? ആ 200 200% എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. 100 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നതാണ് സാധനം. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 300 രൂപയ്ക്ക്. അതായത് ട്രിപ്പിളാക്കി. അപ്പോൾ എത്ര രൂപ കിട്ടി? 200 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ 100 എടുത്തത് കൊണ്ട് 200 കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് 200 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രിഗണോമെട്രി എടുത്തിട്ടില്ല. എടുത്തതിന് ശേഷം പഠിപ്പിക്കാം. അടുത്ത്, ദ റേഷ്യോ ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 2400 ഫോർ n years at 14% ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 2800 ഫോർ 3 more years ഈസ് 8% ഈസ് 8:7. അതായത് 2400 രൂപയ്ക്ക് n വർഷത്തേക്ക് 14% ഇൻട്രസ്റ്റിലുള്ള സിമ്പിൾ ഇൻട്രസ്റ്റും 2800 രൂപയ്ക്ക് നേരത്തെ ഇട്ടതിനേക്കാൾ 3 വർഷം കൂടുതൽ 8% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇട്ടത് പൈസയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 8:7 ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എന്നിൻ്റെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വരും? പരിപാടി തീർന്നു. 2800 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ്. 2000 സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു P × N × R/100. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. പ്രിൻസിപ്പൾ ഇൻട്രസ്റ്റിൻ്റെ റേഷ്യോ ആണ് പറയുന്നത്. ഇൻട്രസ്റ്റ് 2400 ഇൻറ്റു എത്ര വർഷത്തേക്കാണെന്ന് അറിയത്തില്ല, N ഇൻറ്റു റേറ്റ് എത്രയാണ്? 14 ഡിവൈഡഡ് ബൈ 100. ഈ 0 വെട്ടി 24 ഇൻറ്റു N ഇൻറ്റു 14 എന്ന് കിട്ടും. ഇതാണ് ഇൻട്രസ്റ്റ്. ഇനി രണ്ടാമത്തെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തത് പറഞ്ഞിരിക്കുന്നത് I ഈസ് ഈക്വൽ ടു P × N × R. 2800 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 3 more years. നേരത്തെ ഇട്ടതിനേക്കാൾ 3 വർഷം കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ n വർഷങ്ങളായിരുന്നു. n+3 ഇൻറ്റു എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 8/100. ഇതാ വെട്ടിപ്പോയി 28 ഇൻറ്റു n+3 ഇൻറ്റു 8. ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റേഷ്യോ ആണ് പറഞ്ഞിരിക്കുന്നത് 8:7. അപ്പോൾ ആദ്യത്തെ എടുത്ത് മുകളിൽ എഴുതാം. 24 ഇൻറ്റു N ഇൻറ്റു 14 മുകളിൽ എഴുതാം. ഡിവൈഡഡ് ബൈ മറ്റേ താഴെ എഴുതാം 28 ഇൻറ്റു n+3 ഇൻറ്റു 8 അതും താഴെ എഴുതാം. എന്നിട്ട് റേഷ്യോ ആദ്യത്തെ എടുത്ത് മുകളിൽ റേഷ്യോ എത്ര പറഞ്ഞിരിക്കുന്നത്? 8:7 ആണ്. രണ്ടാമത്തെ എടുത്ത് താഴെ എഴുതി. അപ്പോൾ എന്താ വരുന്നത്? ഇവിടെ എന്താ വരുന്നത്? ഇവിടെ എന്താ വരുന്നത്? ഇത് നമുക്ക് ഒന്ന് വെട്ടി ചെയ്യാം, ഒന്ന് ക്യാൻസൽ ചെയ്യാം. 14 ഇൻറ്റു 2 അല്ലേ 28. അപ്പോൾ 2 കൂടെ കൊടുത്തു. 8 ഉം 24 3 8 24. അപ്പോൾ മുകളിൽ എന്തൊക്കെ വന്നു? 16 8 ഇവിടെ അല്ല, സോറി ഇവിടെ എന്തൊക്കെ വന്നു? ഇവിടെ ആരൊക്കെ ഉണ്ട്? 2 ഇൻറ്റു n+3. താഴെ ആരുണ്ട്? താഴത്തെ കാര്യം പറഞ്ഞ താഴെ ആരുണ്ട്? ഇവിടെ ഒരു 2 ഉണ്ട്. 2 ഇൻറ്റു n+3. 2 ഇൻറ്റു n+3 താഴെയുണ്ട്. ഇനി മുകളിൽ ആരുണ്ട്? 3 n ഉണ്ട്. ഈസ് ഈക്വൽ ടു 8/7. ഓക്കെ. അടുത്തത് ഈ 7 ഇവിടെ കൊണ്ടൊന്ന് ഗുണിക്കാം. അടുത്ത വരിയും കൂടെ എഴുതിയതിന് ശേഷം ചെയ്യാം. 3n മുകളിൽ കിടക്കട്ടെ. ഡിവൈഡഡ് ബൈ ഈ 2 അകത്തേക്ക് കയറി ഇക്വേറ്റ് ആവാൻ 2n + 6 ഈസ് ഈക്വൽ ടു 8/7. ഇനി ഈ 7 ഇവിടെ കൊണ്ടൊന്ന് ഗുണിക്കാം. 21n ഈസ് ഈക്വൽ ടു, ഇനി ഈ സാധനം അവിടെ കൊണ്ടുപോയി ഗുണിക്കാം. 8 ഇൻറ്റു 2n + 6. അപ്പോൾ 21n ഈസ് ഈക്വൽ ടു
8 2 16 8 2 16 പ്ലസ് 48. അപ്പോൾ 21 ഇവിടെ കിടപ്പുണ്ട്, 21 ഇവിടെ കിടപ്പുണ്ട്. മൈനസ് 16 ഈസ് ഈക്വൽ ടു 48. അതായത് 5 ഈസ് ഈക്വൽ ടു 48. n ഈസ് ഈക്വൽ ടു 48 ഡിവൈഡ് ബൈ 5 9.6. 9.6 ആണ് വരുന്നത്. യെസ് 9.6 ആണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേക്കാം, അതിങ്ങ് ക്ലിയർ ആവട്ടെ. ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എൻ ഇൻറ്റു ആർ ബൈ 100. ആദ്യത്തെ കേസിൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യത്തെ കേസിൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2500 ആണ്, സോറി 2400 2400 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണെന്ന് അറിയത്തില്ല, ഇൻറ്റു റേറ്റ് 14 ഡിവൈഡ് ബൈ 100. 0 വെട്ടി, ഇവിടെ നിന്നും വെട്ടി. 24 ഇൻറ്റു എൻ ഇൻറ്റു 14. ഇതാണ് ആദ്യത്തെ ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ കേസ് പറയുന്നത് 2800 ആണ് പറഞ്ഞിരിക്കുന്നത്. 2800 ഇൻറ്റു 3 more years, നേരത്തെ ഇട്ടതിനേക്കാൾ 3 കൂടുതലാണ്. 3 more years ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 8/100. ഇതാണ്ട് വെട്ടിപ്പോയി. 28 ഇൻറ്റു n+3 ഇൻറ്റു 8. ഇതിൻ്റെ റേഷ്യോ ആണ് പറഞ്ഞിരിക്കുന്നത് 8:7. ഇതാ 24 ഇൻറ്റു n ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ 28 ഇൻറ്റു n+3 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 8/7. എന്നാ പിടിച്ചു, വെട്ടിക്കളയാൻ പോവാണ്. 14 2 അല്ലേ 28. ഓക്കെ, 24 8 3. അപ്പം മുകളിൽ 3 n ഡിവൈഡഡ് ബൈ, ഇവിടെ നാൾ പോയല്ലോ, ഇയാൾ പോയല്ലോ. ഈ 2 അകത്തേക്ക് കയറുമ്പോൾ 2n, 2 അകത്തേക്ക് കയറുമ്പോൾ 2n പ്ലസ് 6 ഈസ് ഈക്വൽ ടു 8/7. ഇനി 7 ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ 21n. 7 ഇപ്പുറത്തോട്ട് വരുമ്പോൾ 3 21n. ഇനി 8 ഇൻറ്റു 2 പ്ലസ് 2n പ്ലസ് 6. അപ്പം 21n ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 2n 16n പ്ലസ് 8 ഇൻറ്റു 6 48. ഇപ്പോൾ 16n ഇപ്പുറത്തോട്ട് വരുവാണെങ്കിൽ കുറയും, -16n. അപ്പോൾ 5n ഈസ് ഈക്വൽ ടു 48. അപ്പോൾ n ഈസ് ഈക്വൽ ടു 48/5. 9.6 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങനെ കിട്ടും? ഇതാ നോക്കിയോ, ഇത് ഇച്ചിരി ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ടാസ്കും ഇല്ല, ഞാൻ തന്നെ പറഞ്ഞുതരാം. 8000 രൂപയാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ, സംശയമൊന്നുമില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് X%, സംശയമൊന്നുമില്ല. നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 2 വർഷം. എമൗണ്ട് ഇല്ല, ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. എത്ര ഇൻട്രസ്റ്റ് എത്ര വന്നേക്കുന്നത്? 988.80. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് എത്ര ആയിരിക്കും? 8000 പ്ലസ് 988.80. അതായത് 8988.80 എമൗണ്ട്. എടാ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തുവാ? എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ഹോൾ റൈസ് ടു n.
ഈ ഇക്വേഷനാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ച ഇഷ്ടം പോലെ ഇക്വേഷൻ പറഞ്ഞാൽ കണ്ടേ. ഇനി പ്രിൻസിപ്പാൾ എമൗണ്ട് എത്രയാണ് ഇവിടെ? 8000 ഇൻറ്റു 1 പ്ലസ് R/R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ എക്സ് ആണ്. അപ്പോൾ എക്സ് അതുപോലെ കൊടുത്തോളൂ, x/100 ഹോൾ റൈസ് ടു n എത്രയാണ്? n 2 ആണ്, 2 അതുപോലെ കൊടുക്കും. ഈസ് ഈക്വൽ ടു ഈ എമൗണ്ട് എത്രയാണ്? ഈ എമൗണ്ട് എന്ന് പറയുന്നത് 8988.80. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഈ 8000 ഇവിടെ കിടന്നോട്ടെ, ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ അധികം എഴുതിയെന്ന് പറഞ്ഞ് മനസ്സിലാകുമല്ലോ. 1 പ്ലസ് x/100നെ നമ്മൾ പണ്ട് ചെയ്ത പോലെ 100 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 100 എന്ന് എഴുതിക്കൂടെ? ഇപ്പോൾ 25 ആണെങ്കിൽ 125/100 എന്ന് എഴുതും. 10% ആണെങ്കിൽ 110/100 എന്ന് എഴുതും. അത് 100 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 100 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8988.80. ഓക്കെ, നമുക്കിനി 8000 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 8000 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 100 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 100 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ 8000 അങ്ങ് അപ്പുറത്തേക്ക് പോകുമ്പോൾ 8988.80 ഡിവൈഡഡ് ബൈ എത്രയാണ്? 8000. ഓക്കെ, ഇനി ഇതാണ്ടല്ല മുകളിൽ ഒരു പോയിന്റ് കിടക്കുന്നു, മുകളിൽ 2 പോയിന്റ് കിടക്കുന്നു. ഒരു 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ആ പോയിന്റ് അങ്ങ് പോകത്തില്ലേ? അപ്പോൾ ഇവിടെ ഒരു 100 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഇവിടെ 100 പ്ലസ് 100,000 എന്നൊക്കെ എഴുതി വെക്കുന്നു. 100 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 100 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8988.80. ആ പോയിന്റ് പോയടാ, ഡിവൈഡ് ബൈ എത്ര വരും? 80,000 വരും. 80,000 അല്ല, 8 ലക്ഷം. അപ്പോൾ 2 പൂജ്യം കൂടെ അവിടെ വരത്തില്ലേ? അതാണ്ട് 0 വെട്ടി. അപ്പോൾ 100 ചെറിയ കൊനസ്റ്റ് പരിപാടികളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. 100 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 100 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇവിടെ 8988.888 കിടക്കുന്നത് ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 10,000. 4 പൂജ്യം ഉണ്ടല്ലോ, 10,000 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിനെ 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. ഇതിനെ 8 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ. വേണ്ട, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട, വേറൊരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സ്ക്വയർ എങ്ങനെ എടുക്കുന്നത്? 100 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 100 സ്ക്വയർ ഈസ് ഈക്വൽ ടു 89,888 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 10,000. ഈ 100ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 10,000 അല്ലേ? അപ്പോൾ ഇവിടുത്തെ 10,000 രണ്ടും കൂടെ എന്തായിപ്പോയി? ക്യാൻസലായിട്ട് പോയി. അപ്പോൾ 100 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് പഠിപ്പിക്കുമ്പോഴാണ് ഈ സ്റ്റെപ്പ് കൂടുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ 89,888 ഡിവൈഡ് ബൈ 8 വരും. അപ്പോൾ എത്ര വരും അവിടെ? ആൻസർ എന്ത് വരും? ഡിവൈഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ ചെറുതാണെങ്കിലും ആൻസർ വലുതാട്ടാ, അല്ല സ്റ്റെപ്പ് കൂടുതലാണ് കേട്ടാ. പതിനൊന്ന് എന്താ വരും? 11,236. 11,236. അതായത് 100 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 11,236. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുത്താൽ പോരെ? 100 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് 11,236. ഈ 11,236ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 106 മക്കളെ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 106 മൈനസ് 100 6 വരും. 6 വരുന്നത്. ഇച്ചിരി ടാസ്ക്കാണ്, എന്നാലും ചെയ്തേ പറ്റത്തുള്ളൂ.
ഓക്കെ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. ഡൗട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം. എ സ്മൂത്ത് റണ്ണിങ് ട്രെയിൻ അറ്റ് 10 meter per second crosses an electric pole in 15 seconds. What is the length of the train? ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഇതൊരു പോൾ, ഇതിനെ ഒരു ട്രെയിൻ കടന്നു പോയി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനൊരു ട്രെയിൻ പോകുന്നു, ഇങ്ങനൊരു ട്രെയിൻ പോയി 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 ഇതിൻ്റെ ലാസ്റ്റ് ബോഗിയും ഈ പോള് കഴിഞ്ഞ് പോകണം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്താണ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ. ട്രെയിനിൻ്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ട്രെയിൻ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടൈം ഇൻറ്റു സ്പീഡ്, അല്ലെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം. ടൈം എന്ന് പറയുന്നത് 15 സെക്കൻഡാണ്. ഇൻറ്റു സ്പീഡ് എത്രയാണ്? 10 meter per second, അതായത് 150 മീറ്ററാണ്. 150 മീറ്ററാണ് ഒരു പോളിനെ. ഇതാണ് ഒരു പോൾ എന്ന് പറയുന്ന പോസ്റ്റ്. ഈ പോസ്റ്റിനെ നമ്മുടെ ട്രെയിൻ മറികടന്നു എന്ന് പറയണമെങ്കിൽ ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് ബോഗിയും ഈ പാലം കടന്നു ഈ പോസ്റ്റ് കടന്നു പോകണം. അപ്പം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്താണ്. അപ്പോൾ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാണ്? 10 meter per second ഇൻറ്റു ടൈം എത്ര? 15 സെക്കൻഡ് എത്ര? 150 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ അത്ലറ്റ് കംപ്ലീറ്റ് 200 meter റേസ് ഇൻ 24 സെക്കൻഡ്. വാട്ട് ഈസ് ഇറ്റ് സ്പീഡ് ഇൻ km/h? പെട്ടെന്ന് പറ. എത്ര കിട്ടും നോക്കാം. സ്പീഡാണ്. സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് ആയിക്കോട്ടെ. സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പം ഡിസ്റ്റൻസ് ഇവിടെ 200 മീറ്ററാണ്. ടൈം എന്ന് പറയുന്നത് 24 ഇത് മീറ്റർ പെർ സെക്കൻഡാണ്. 24 സെക്കൻഡ്. ഇത് മീറ്റർ പെർ സെക്കൻഡാണ്. ഇതിനെ km/h മാറണം. 200 ഡിവൈഡ് ബൈ 24 എന്നുള്ളതിനെ km/h മാറ്റണം. km/h മാറ്റാൻ വേണ്ടി 18/5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര വരും? 5 കൊണ്ടാകുമ്പം 40, 3 കൊണ്ടാകുമ്പോൾ 6, 8, 3 കൊണ്ടാകുമ്പോൾ 6, 3, 18, 3 കൊണ്ടാകുമ്പോൾ 8, 40 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5, 5 × 6 30 km/h. km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി മീറ്റർ പെർ സെക്കൻഡിനെ km/h ആക്കാനായിട്ട് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 18/5
അത് നമ്മൾ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞതാണേ. ബേസിക് ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.